ഇന്ന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ NLPയുടെ സബ്മൊഡാലിറ്റി ഹീലിംഗ് എന്നാണ് പറയാൻ പോകുന്നത്. ഹായ്, ഞാൻ ബിജു ബാലഗോപാൽ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് NLP ഗ്രാൻഡ് മാസ്റ്റർ. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. NLPയിൽ ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സബ്മൊഡാലിറ്റി ഹീലിംഗ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഓർക്കുക, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വിഷമകരമായിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എല്ലാം സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രം സംഭവിക്കണമെന്നില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അത് പല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായിരിക്കാം, പല വ്യക്തികളായിരിക്കാം, ഒരുപക്ഷെ അതിൻ്റെ കാരണം പല രീതിയിൽ വരാം. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ സംഭവിച്ചിട്ടുള്ള വിഷമകരമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളും ആ വ്യക്തി അനുഭവിക്കുന്നുണ്ടാകും. ഉദാഹരണത്തിന്, ഒരാളിൽ നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി. ഒരു പക്ഷേ ആ അനുഭവം ആളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം ആ വ്യക്തിയോടുള്ള ഒരു വൈരാഗ്യം വരാം, ആ വ്യക്തിയോട് ദേഷ്യം തോന്നാം. അതേപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും അതേ ഫീലിങ്ങുകൾ വരാനുള്ള സാഹചര്യം കൂടി അവിടെ ഉണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിൽ ആ വ്യക്തിനെ ബാധിക്കും. ചിലപ്പോൾ ആളുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിനെ ബാധിക്കും, വ്യക്തിബന്ധങ്ങളിൽ ബാധിക്കും, കുടുംബജീവിതത്തിൽ ബാധിക്കും, അതോടൊപ്പം തൊഴിൽ മേഖലയിൽ. അപ്പോൾ ഈ വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും കൊണ്ടു നടക്കരുത്. അത് ഏതെങ്കിലും രീതിയിലായിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുത്തിട്ട് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലായിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടിയിട്ട് അത് ക്ലിയർ ചെയ്യണം. അതിന് കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ വാല്യൂ വളരെ വിലപ്പെട്ടതാണ്. അതിൻ്റെ വാല്യൂ വളരെ വലുതാണ്. കാരണം മാനസികമായിട്ട് സന്തോഷമുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കുടുംബജീവിതവും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലയായിക്കോട്ടെ, ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവണം. അപ്പോൾ സബ്മൊഡാലിറ്റി ഹീലിംഗ് എന്ന് പറയുന്നത് NLP പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പ്രത്യേകത ഒന്ന്, എത്ര വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണെങ്കിൽ പോലും സബ്മൊഡാലിറ്റി ഹീലിംഗിൽ എടുത്ത് ചെയ്യാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 5 വർഷം മുന്നേ സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം മുന്നേ സംഭവിച്ചിട്ടുള്ളതായിരിക്കും. ഇവിടെ വർഷങ്ങളോ കാലയളവിനോ യാതൊരു പ്രാധാന്യമില്ല. ഒരു വ്യക്തിയുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുള്ള സംഭവമാണെങ്കിൽ അതെടുത്തിട്ട് ഈ ഹീലിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകാൻ പറ്റും. സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഇതാണ്, പഞ്ചേന്ദ്രിയങ്ങൾ കൂടെയാണ് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ കയറുന്നത്. ഉദാഹരണത്തിന്, കാണുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് പോകും, കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വരും, തൊടുന്ന കാര്യങ്ങൾ, അതായത് തൊട്ടനുഭവിക്കുന്ന വിഷമമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തുമാകട്ടെ, അതായത് തൊട്ടനുഭവിക്കുന്ന ഫീലിങ്ങുകൾ, അതുപോലെ ടേസ്റ്റ്, സ്മെൽ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി ഇതാണ്, ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം എടുത്തിട്ട് അതേ അവസ്ഥയിലൂടെ കൊണ്ടുപോയിട്ടാണ് സബ്മൊഡാലിറ്റി ഹീലിംഗ് ചെയ്യുന്നത്. ഇതിനെ NLPയിൽ വാക്കോഗ് എന്നൊക്കെ പറയും. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി ആൻഡ് ജസ്റ്റേറ്ററി. വാക്കോഗ് ആണ് മൊഡാലിറ്റി വരുന്നത്. അതിൻ്റെ സബ്മൊഡാലിറ്റി, അതിൻ്റെ സബ് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് വെച്ചിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്, ആ വ്യക്തി കടന്നു പോയിട്ടുള്ള അവസ്ഥയോടൊപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടി ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഒരാളിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി. ആ അനുഭവം ആ സമയത്ത് വല്ലാത്തൊരു ഫീലിംഗായി, വിഷമകരമായിട്ടുള്ള എല്ലാ ഫീലിങ്ങും ഉണ്ട്, നല്ല വിഷമം ഉണ്ടാക്കിയുള്ള സാഹചര്യമാണ് എന്ന് വിചാരിക്കുക. പിന്നീട് അതേ സാഹചര്യത്തിൽ വരുന്ന സമയത്ത്, അതുപോലത്തെ പൊതു സാഹചര്യം വരുമ്പോൾ വീണ്ടും അതേ പേടി വരുന്നുണ്ടെങ്കിൽ അത് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. NLP സബ്മൊഡാലിറ്റി ഹീലിംഗ് ചെയ്യുമ്പോൾ അത് സംഭവിച്ചാൽ അതേ സാഹചര്യത്തിലൂടെ കൊണ്ടുപോയിട്ട് ഹീൽ ചെയ്യുമ്പോഴത്തെ ഗുണം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടി ഹീലാകും എന്നുള്ളതാണ്. അതായത് വിഷമകരമായിട്ടുള്ള സംഭവത്തെ ഹീൽ ചെയ്താൽ അത് മാത്രമല്ല, അതുമായി ബന്ധമുള്ള വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതുകൂടി കൈകാര്യം ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു വ്യക്തി ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് അഥവാ മൂല കാരണം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുന്നുണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം. നമ്മളതിനെ ഇങ്ങനെ ഉദാഹരണ സഹിതം പറയാറുണ്ട്, ഒരു മഞ്ഞുമലയുടെ രൂപത്തിൽ പറയാം. അതായത് മഞ്ഞുമലയുടെ ഏറ്റവും മുകളിൽ കാണുന്ന ചെറിയൊരു ഭാഗമുണ്ട്, ബാക്കി അതിന് വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലാണ്. ഇതേപോലെയാണ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള രീതിയിൽ വരുമ്പോൾ
ഒരു വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് മുകളിൽ കാണുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുന്നുള്ള സംഭവങ്ങളൊക്കെ മനോഹരമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സബ്മൊഡാലിറ്റി ഹീലിംഗ് എന്നുള്ളത്. ഇത് ഒരു തെറാപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണുവാൻ സാധിക്കാറുണ്ട്. ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് NLPയുടെ സബ്മൊഡാലിറ്റി ഹീലിംഗ്.